റബീഉൽ അവ്വൽ 12-നാണ് റസൂൽ വഫാത്തായത്. വഫാത്താണോ അല്ല ജന്മദിനാണോ, എന്താണ് നിങ്ങൾ ആഘോഷിക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളേ. വളരെ നല്ല ചോദ്യം, അതാണ് പ്രസക്തമായ ചോദ്യം. വളരെ നല്ല ചോദ്യമാണ്. ഞാൻ നിങ്ങളെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. നിങ്ങൾ മുജാഹിദ് ആവാതിരിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ഇതാ ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് ഇതേ ചോദ്യം ഈ ഇമാം സുയൂത്തി തന്റെ അൽ ഹാദിരിൽ ഫതാവയിൽ ഇതേ ചോദ്യത്തിന് മറുപടി പറയുന്നു. എന്താ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂല് ജനിച്ചതും റബീഉൽ അവ്വൽ 12-ന് തന്നെയല്ലേ? ആണ്. അപ്പൊ ഇവിടെ അത് ദുഃഖത്തിന്റെ ദിവസമല്ലേ? അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ദുഃഖം ആചരിക്കാൻ പറ്റുമോ? ദുഃഖമാണോ ആചരിക്കേണ്ടത്, സന്തോഷമാണോ ആചരിക്കേണ്ടത്? മുജാഹിദ് സാധാരണ ചോദിക്കുന്ന ചോദ്യം. ഇതിന് 911 വഫാത്തായ ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് തന്റെ അൽ ഹാദിരിൽ ഫതാവ എന്ന കിതാബിൽ വ്യക്തമായി കൃത്യമായി മറുപടി പറയുന്നു. എന്താ പറയുന്നത് അറിയോ? കണ്ടോ? ശരീഅത്ത് ഹസ്സത്ത് അത് പ്രേരിപ്പിച്ചിട്ടുള്ളത് അലാ ഇൽഹാരി ശുക്രി നിഅമി വസ്സബ്രി വസ്സുകൂതി വൽകത്മി ഇൻദൽ മസായിബി. മുസീബത്ത് വിപത്ത് എത്തുന്ന നേരത്ത് മുസ്ലിമീങ്ങളോട് ക്ഷമിക്കാനും സഹിഷ്ണുത പുലർത്താനും അതുപോലെ തന്നെ ആ മുസീബത്തുകളുടെ മേൽ പരമാവധി സഹനം പുലർത്താനുമാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്, പ്രേരിപ്പിച്ചിട്ടുള്ളത്. അതേ അവസരത്തിൽ അത് ജന്നത്തെ കുറിച്ചാണെങ്കിലോ അള്ളാഹുവിന്റെ ശരീഅത്ത് പഠിപ്പിച്ചിട്ടുള്ളത് ഹസ്സത്ത് അലാ ഇൽഹാരി ശുക്രി നിഅമി, നിഅമത്താകുന്ന ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മിലേക്ക് വെളിപ്പെട്ട ദിവസമാണ്, ഉദയം ചെയ്ത ദിവസമാണ്. അതിലും വലിയ ഒരു നിഅമത്ത്, ഒരു അനുഗ്രഹം ലോകത്തില്ല. അതുകൊണ്ട് ആ അനുഗ്രഹത്തിന്റെ മേൽ ശുക്ർ പ്രകടിപ്പിക്കാനാണ് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നിട്ട് മഹാൻ പറയാ, അതുകൊണ്ടല്ലേ വഖദ് അമറ ശറഉ ബിൽ ഹഖീഖത്തി ഇൻദൽ വിലാദ. നമുക്കൊരു കുഞ്ഞുണ്ടായാൽ അതൊരു നിഅമത്താണല്ലോ. ആ നിഅമത്തിന് ശുക്ർ ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ശരീഅത്ത് നമ്മളോട് അഖീഖ അറുക്കാൻ വേണ്ടി കൽപ്പിച്ചത്. അതൊരു നിഅമത്താ. ആ നിഅമത്തിന് നമ്മൾ ശുക്ർ ചെയ്യണം. എന്താ ശുക്ർ? ആ കുട്ടിക്ക് വേണ്ടി ഒരു ജീവിയെ, ഒരു ആടിനെ അല്ലെങ്കിൽ ഒരു മൂരിയെ, പോത്തിനെ അറുത്ത് നമ്മൾ അഖീഖ അറുത്ത് കൊടുക്കുന്നു. അതെന്താ? നിഅമത്തിന് ശുക്ർ ചെയ്യുന്നതിന്റെ ഭാഗമാണ്. അതേ അവസരത്തിൽ വലം യഅ്മുറു ഇൻദൽ മൗതി, ശരീഅത്ത് കൽപ്പിച്ചിട്ടില്ല, വലം യഅ്മുറു കൽപ്പിച്ചിട്ടില്ല ഇൻദൽ മൗതി, മരിക്കുന്ന നേരത്ത് ഒരാളെ മരിച്ചാല് അയാളെ മരണത്തിൽ അനുശോചനം പ്രകടിപ്പിച്ചുകൊണ്ട് ബിദബ്ഹിൻ വലാ ഗൈരിഹി വലാ ബിഗൈരിഹി ബൽ നഹാ അനിൻ നിയാഹത്തി വഇൽഹാരിൽ ജസാഇ. എത്രത്തോളം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ വാവിട്ട് കരയുക, നിലവിളിക്കുക, മാറത്തടിക്കുക, അങ്ങനെയുള്ള പൊറുതികേട് കാണിക്കുന്ന പ്രവണതയെ തൊട്ട് പോലും ശരീഅത്ത് നിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്താ കാരണം? അത് മുസീബത്ത് എത്തിയ ദിവസമാണ്. മുസീബത്ത് ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല, അത് ക്ഷമിക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ അന്ന് സന്തോഷം പ്രകടിപ്പിക്കാതിരിക്കുന്നത്. ഇവിടെ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കുന്നത് ഏതിനു വേണ്ടിയാണ്? അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി എന്നതിന് വേണ്ടിയല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു എന്നതിന്റെ പേരിലാണ്. ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ പറയാണ്, അതുകൊണ്ട് ശരീഅത്തിന്റെ മദനി നിയമങ്ങൾ, അടിസ്ഥാന നിയമങ്ങൾ അറിയിക്കുന്നു. അലാ അന്നഹു യഹ്സുനു ഫി ഹാദ ശഹ്രി ഇൽഹാറുൽ ഫറഹി ബിവിലാദതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ വിലാദത്ത്, ജനനം കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണം, അത് സുന്നത്താണ് എന്ന് ശരീഅത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. ദൂന ഇൽഹാരിൽ ഹുസ്നി ഫീഹി ബിവഫാതിഹി, റസൂലിന്റെ വഫാത്ത് കൊണ്ട്, വിയോഗം കൊണ്ട് ദുഃഖം പ്രകടിപ്പിക്കാനല്ല ശരീഅത്ത് നമ്മളോട് പറയുന്നത്. ഇമാം സുയൂത്തി നിങ്ങളുടെ അതേ ചോദ്യത്തിന് അതുപോലെ അതേ ചോദ്യം അപ്രകാരം എടുത്ത് മറുപടി പറയുന്നു. അപ്പൊ ഇത് ഇന്നൊന്നും തുടങ്ങിയതല്ല, അതൊക്കെ ഇമാമികൾ വളരെ നേരത്തെ പറഞ്ഞു വെച്ചതാ. അതാ ഞങ്ങൾ ഈ പറയുന്നതൊക്കെ. മനസ്സിലായോ? ചോദിച്ചോളി.